അവസാനം ലെബനീസ് ബേസ്ഡ് ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ ഹെഡായ നസറുള്ള ഒരു ലെബനീസ് പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയേണ്ടി വന്നു. അതായത് അയാൾ കാണിച്ചത് ഭൂലോക മണ്ടത്തരമായി പോയി. ഇസ്രായേലിനെ ഇതേപോലെ പ്രതീക്ഷിച്ചില്ല, തിരിച്ചിതേപോലെ അറ്റാക്ക് ചെയ്യുമെന്ന്. എൻ്റെ കാരണം എന്തുവാ? ആ ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ ഹിസ്ബുള്ള മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ സീനിയർ കമാൻഡേഴ്സ് ഇയാളുടെ താഴെയുള്ള നസറുള്ള എല്ലാവരെയും തട്ടിക്കളഞ്ഞു. അതിനേക്കാൾ ഉപരി ഇസ്രായേൽ ഈ രീതിയിലുള്ള റിറ്റാലിയേഷൻ ഇത്ര ഭീകരമായിട്ട് ചെയ്യുമെന്നും കരുതിയില്ല. കാരണം കാണിച്ചത് തെറ്റായിപ്പോയി എന്ന് നസറുള്ള അഡ്മിറ്റ് ചെയ്യുന്നതാണ്. ഇത് വീഡിയോ ഇന്റർവ്യൂ ആണ്. ലെബനന്റെ ഒരു സീനിയർ വളരെ പഴയ ഒരു ചാനലിലാണ് അയാൾ കൊടുത്തിരിക്കുന്നത്. അതായത് വല്ലാത്ത അടി കിട്ടി എന്ന് തന്നെ അയാൾ തന്നെ സമ്മതിച്ചു. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഭവത്തിലോട്ട് പോകാം. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിൻ്റെ അകത്ത് വന്ന ആർട്ടിക്കിളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള എന്ത് പരാജയം. കാരണം ഇവരൊരിക്കലും ഹിസ്ബുള്ളയും ഈ പറയുന്ന ലെബനീസ് ഇറാനും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇസ്രായേൽ എന്ന് പറയുന്ന IDF ഇതേപോലെ ഒരു ആക്രമണം. ഇപ്പൊ 4ാമത്തെ ദിവസമാണ് ഇപ്പോൾ നടക്കുന്ന സർജിക്കൽ സ്ട്രൈക്കാണ്. അപ്പൊ അമേരിക്ക തന്നെ പറഞ്ഞു 21 ദിവസത്തെ സീസ് ഫയർ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഇസ്രായേൽ ഔട്ട്റൈറ്റ്ലി അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ള രാജ്യങ്ങൾ പറയുന്നു സീസ് ഫയർ നടത്താം. ഇസ്രായേൽ പറയുന്ന ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അവരുടെ 60,000 പേരെ അവർ ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയി ഈ നോർത്തേൺ ബോർഡറിൽ നിന്നും. അവർക്കവിടെ സമാധാനമായിട്ട് പോയി താമസിക്കുവാൻ കഴിയുകയാണെങ്കിൽ മാത്രം, ആ ഒരു സ്ഥിതി ഉണ്ടായാൽ മാത്രമേ തൽക്കാലം അവർ സീസ് ഫയറിന് തയ്യാറാവുകയുള്ളൂ. അതിന് അവർ പറയുന്നത് എന്ത് വില കൊടുത്തു അവർ തിരികെ കൊണ്ടുപോകും, ഇസ്രായേലിന് സമാധാനമായിട്ട് കഴിയണം, ഇതേപോലെയുള്ള അറ്റാക്കുകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇസ്രായേലിന്റെ ഡിമാൻഡ്. അപ്പം നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള പറഞ്ഞ ഇന്റർവ്യൂവിന്റെ പാർട്ടിലോട്ട് കയറാം. എന്താണ് അയാൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞത്? ഹിസ്ബുള്ളയ്ക്കകത്ത് ഇസ്രായേലി ചാരന്മാര് കയറി. 1ാമത്തെ പോയിന്റ് അയാൾ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്തു. കാരണം അയാൾ പറയുന്നത് വളരെ രഹസ്യമായിട്ട് ഇറാൻ ത്രൂ ആയിരുന്നു ഈ പേജറും വോക്കി ടോക്കിയും ഇന്റർകോമും എല്ലാം ഓർഡർ ചെയ്തത്. അതും 6-7 ആൾക്കാരെ മാറ്റിയിട്ടാണ് ഇതെല്ലാം ഓർഡർ ചെയ്തത്. അതിനകത്ത് എങ്ങനെ ഇസ്രായേൽ കയറി? ഇതാണ് അടുത്ത സംഭവം. കാരണം ഇപ്പോഴാണ് അയാൾക്ക് പിടി കിട്ടിയത് ഈ സംഭവം എന്തുവാണ് ഈ രാജ്യം. 2ാമത്തെ പോയിന്റ്, ഏറ്റവും സുപ്രധാനപ്പെട്ട അവരുടെ കമാൻഡേഴ്സ്, അവരുടെ മൂവ്മെന്റ് അറിയാവുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഹിസ്ബുള്ളയ്ക്കകത്ത്. കാരണം വളരെ രഹസ്യമായിട്ടാണ് അവരുടെ മൂവ്മെന്റുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് മുഴുവനും ചോർന്നുപോയി. അതുകൊണ്ടാണ് ഏത് മൂവ്മെന്റ് അവർ നടത്തിയാൽ അവിടെ കൊണ്ട് ബോംബിടുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു, അവനെ കൊല്ലുന്നു. ഇതാണ് അയാൾ പറഞ്ഞ അടുത്ത പോയിന്റ്. മറ്റൊരു പോയിന്റ് പറഞ്ഞത്, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ ഈ ലെബനന്റെ പല ഭാഗത്തും അതീവ രഹസ്യമായ ടണലുകളിൽ, ചില കുന്നിന്റെ മുകളിലും ചില വീടുകളിലും സിറ്റിയുടെ അകത്തും അവിടെയൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇസ്രായേൽ കൊണ്ട് ബോംബിട്ടേക്ക്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, മൊസാദ് എന്ന് പറയുന്ന സ്പൈ ഏജൻസി എത്ര ശക്തമാണെന്ന് മനസ്സിലായി. കാരണം ഹിസ്ബുള്ളയുടെ അകത്ത് കയറിയേക്കുവാണ്. നിങ്ങൾക്കറിയാവുന്ന പോയിന്റാണ്. അത് ഇറാന്റെ അകത്ത് കയറി ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റിനെ കൊന്നു. അത് കഴിഞ്ഞ് ഇസ്മായിൽ ഹനിയെ കൊന്നു. ഇന്നും ഇറാന് പിടികിട്ടിട്ടില്ല എങ്ങനെയാണ് ഈ പുല്ല് സംഭവിച്ചത്. ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു വാറിൻ്റെ ഫിലോസഫി ഉണ്ട്. ഇത് മനസ്സിലാക്കുക, ഇസ്രായേൽ ഫുൾ ഫ്ലഡ്ജ് വാറല്ല. അവരുടെ ഡിഫൻസിൻ്റെ ചീഫ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലി ആ ഒരു ഭാഗത്ത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന സൈന്യത്തോട് പറഞ്ഞിരിക്കുന്നത്, ഏത് സമയം തയ്യാറായിട്ടിരിക്കുക, ഇൻവേഡ് ചെയ്യും. വളരെ കൃത്യമാണ് അവരുടെ നീക്കം. അപ്പം എന്താണ് ഇപ്പോഴ് ഇറാന്റെ ഒരു പ്രശ്നം ആലോചിക്കുക. മസൂദ് പഷക്കാൻ അദ്ദേഹം യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി പോയിട്ട് അയാളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഹിസ്ബുള്ളയുമായിട്ട് ലോഹ്യമാണ്, സ്നേഹമാണ്, ഞങ്ങൾ ഇനി അവർക്ക് ആയുധം കൊടുക്കുക. കാരണം ഇറാനും ഭയന്നു.
നോക്കുക, ഓരോ രാജ്യങ്ങളും ഭയന്നു. അറ്റാക്ക് എന്നാന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം ഒക്ടോബർ 7, ഒക്ടോബർ 8 ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നത്. വെറുതെ ഇങ്ങനെ മിസൈലും ഡ്രോണുകളും ഇങ്ങനെ പറത്തി വിടുക. 14,000 15,000 പ്രൊജക്ടൈൽസ് ഇസ്രായേലിന്റെ മേളിലോട്ട് പറന്നു വിട്ടത്. നിങ്ങളറിയാം, 2 ദിവസം മുമ്പ് അവര് മൊസാദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടൊരു മിസൈൽ അയച്ചു, ബാലിസ്റ്റിക് മിസൈൽ. അതിനെ ഡിഫ്യൂസ് ചെയ്തു. ഇവരിങ്ങനെ അയക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കീ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഇന്നത്തെ വാറിന്റെ ഫിലോസഫിയിൽ എയർ വാർഫെയർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ആകാശത്തോടുള്ള വാർഫെയർ. ഇത് ആര് ഡോമിനേറ്റ് ചെയ്യും, അവൻ വാറിൽ വിജയിക്കും. ഇത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വിമാനങ്ങളും പോർ വിമാനങ്ങളും ഡ്രോൺസും ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെ മേളിൽ കൂടെ പറന്നിട്ടും ഇറാന്റെ അവിടെ പോയി ഒരു ട്രയൽ ബോംബ് ഇട്ടിട്ട് പോലും ഇവർക്കതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഉള്ള രാജ്യങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങൾ, വലിയൊരു വിഭാഗവും അവർക്ക് എയർ വാർഫെയർ ഒരു വലിയ പൂജ്യമാണ്. കാരണം റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ആദ്യം റഷ്യ കീവിന്റെ അടുത്ത് വരെ പോയി. അത് എയർ വാർഫെയറിന്റെ സപ്പോർട്ടോടു കൂടിയാണ് പെട്ടെന്ന് ഓടിച്ചങ്ങ് കയറിയത്. തിരിച്ച് നാറ്റോ രാജ്യങ്ങൾ വെപ്പൺസ് കൊടുത്ത് തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ റഷ്യൻ സൈന്യം പിന്നീട് പിന്മാറി ഡോൺബാസ്കിൽ അങ്ങനെ പ്രദേശത്തോട്ട് പോയി. പിന്നീട് ആലോചിച്ച് നോക്കാൻ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും F-16 കൊടുക്കുന്നു. കാരണം സുക്കോയിയേക്കാളും MiG-29 സുപ്പീരിയർ സാധനമാണ് F-16. അത് നിങ്ങൾക്കിത് പല ആൾക്കാർ F-16 പറ്റി നോക്കുമ്പോൾ, ഞാനിത് ആദ്യം F-16 പറ്റി നല്ല അഭിപ്രായമല്ലായിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിച്ച റഷ്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് മെച്ചമെന്ന്. പക്ഷെ ഓരോ ഭാഗത്തെയും ഓരോ രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ F-16 നടത്തിയ പെർഫോമൻസ് ബേസ്ഡ് നോക്കുവാണെങ്കിൽ അത് സുപ്പീരിയർ സംഭവമാണ്. അത് കൊടുത്തു. അതിനുശേഷം ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം കയറിയത് 10,000 സ്ക്വയർ കിലോമീറ്ററാണ് റഷ്യയുടെ അകത്ത്. അതായത് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയുടെ അകത്ത് കയറുന്ന രാജ്യമായി ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യം മാറി. ആ രാജ്യത്തിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. അവരെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ റഷ്യ ഇഷ്യൂ ഉണ്ടാക്കുന്ന, നാറ്റോയിൽ അംഗമാകാൻ പോകുന്ന പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നീട് അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. അതായത് എയർ വാർഫെയർ ആര് ഡോമിനേറ്റ് ചെയ്യുന്നു, അവൻ വാർ ജയിക്കും. ഇതാണ് ഈ കഴിഞ്ഞ 4 ദിവസം, ആദ്യത്തെ ദിവസത്തെ അറ്റാക്കാണ് ഇസ്രായേലിന്റെ. ഇവന് ഈ പൊടി പോലും ഇല്ല കലക്കിയെടുക്കാൻ ഒരു പരസ്യം പോലെ. അവര് ഏകദേശം 17 ലക്ഷം സൗത്ത് ലെബനിൽ നിന്നുള്ള ലെബനീസ് അവർ കൂട്ടപലായനം ചെയ്തു. ഇന്ന് സിറിയയുടെ റിപ്പോർട്ട് വരുന്നു, ഏകദേശം 28,000 പേരാണ് സിറിയൻ ബോർഡറിലോട്ട് കയറിയേക്കുന്നത് ഈ വാർ പേടിച്ചിട്ട്. വളരെ കൃത്യമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അവർക്ക് ഒരു കാരണവശാലും ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇതേപോലെയുള്ള ഫോഴ്സുകൾ, അതായത് ടെറർ ഫോഴ്സുകളാണെങ്കിൽ മിലിഷ്യ ഫോഴ്സുകളാണെങ്കിലും അവരെ ഇവർ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. എന്താണ് നെതന്യാഹു പറഞ്ഞത്? തിരിച്ചടിക്കും. ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. കാരണം ഹിസ്ബുള്ള ഏകദേശം 12 കുട്ടികളെയാണ് ഈ ഗൊലാൻ ഹൈറ്റ്സിന്റെ അവിടെ, ഈ 12 കുട്ടികളും നോൺ ജൂയിഷ് അല്ല, പക്ഷെ അവിടെ താമസിക്കുന്ന കുടിയേറ്റക്കാരാണ്. അവരെ അറ്റാക്ക് ചെയ്ത് അതിന്റെ റിട്ടാലിയേഷനാണ് കൊടുക്കുന്നത്. ഇതാണ് നസറുള്ള പറയുന്നത്. ഈ നസറുള്ളയുടെ ധാരണ എന്ന് പറയുന്നത്, ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേൽ അവിടെ ഇവിടെയൊക്കെ ബോംബിടുന്നു, പക്ഷെ ഇവർക്കൊന്നും പറ്റുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽ ഹൈലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മിലിറ്ററി ഫോഴ്സ് ആണ്. അവർക്ക് എല്ലാ രീതിയിലുള്ള സാഹചര്യമുണ്ട്, ഇന്റലിജൻസ് ഇൻപുട്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ് ഉണ്ട്, ഏറ്റവും ടെക്നോളജിക്കൽ വാർഫെയർ. അതായത് മനസ്സിലാക്കേണ്ട AI ഉപയോഗിച്ച് ഇന്ന് വാർഫെയർ ചെയ്യുന്ന കാരണം ഇപ്പൊ വാർ നടന്നുകൊണ്ടിരിക്കുമോ, ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ഉറപ്പായിട്ടും മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ 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 മുമ്പിലാണ്. ഇപ്പോഴും റഷ്യൻ പാട്ടയും ഇറാനിയൻ പാട്ട സാധനം വെച്ച് എന്തുവരെ ചെയ്യാൻ സാധിക്കും?
ഈ വേറൊരു പത്രം റിപ്പോർട്ട് ചെയ്തത് ഇറാൻ കൊടുത്ത പല വെപ്പൺസും ഇത് പൊട്ടുന്നില്ല. കാരണം വെപ്പൺസ് ആണെങ്കിൽ എപ്പോഴും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇസ്രായേൽ ആണെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങളിൽ പല ഭാഗത്ത് പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അമേരിക്ക ലോകം മുഴുവനും പോയിട്ട് ഈ വാർ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പലയിടത്തും വാർ ചെയ്യുമ്പോൾ അവർ പല വെപ്പൺസും ബോംബുകളും ഒക്കെ ടെസ്റ്റ് ചെയ്യും. അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്യും. അതിലാണ് മനസ്സിലാക്കുന്നത് ഇത് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഈ വെപ്പൺ എത്രമാത്രം യൂസ്ഫുൾ ആണ്. ഇതൊക്കെയാണ് വാറിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ വാർഫെയർ ഒരു സൂപ്പർ ഡ്രൂപ്പറാണ്. കയറി അടിച്ച കണ്ടോ, ഓരോ ഭാഗം 1 by 1 ആയിട്ട് വളരെ പ്രിസിഷൻ സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് പോലെയാണ് അടിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് എവിടെയും വെപ്പൺ വെക്കാൻ അവരുടെ വെപ്പൺ സ്റ്റോറേജ് മുഴുവൻ അടിച്ച് ദൂരെ കളഞ്ഞു. അതായത് ആലോചിക്കേണ്ടത് 10-20 അടി ടണലിനകത്ത് കൊണ്ടുപോയി വെക്കുന്ന വെപ്പൺസിനെയാണ് പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് അടിച്ചേക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ആ രാജ്യം. ആ രാജ്യത്തോട് ഹിസ്ബുള്ള വിരട്ടി, ഹിസ്ബുള്ള തയറ്റി, ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു എന്നൊക്കെ കേരളത്തിലെ ചില യൂട്യൂബേഴ്സും ചില മീഡിയ ഒക്കെ ഒരു പൊട്ടത്തരം അവർക്ക് മനസ്സിലാവുന്നില്ല. ഗാസ കണ്ടില്ലയോ, അവിടെ ഒരു കോപ്പും ഇല്ലാതായി, അടിച്ച് ദൂരെ കളഞ്ഞു. അപ്പൊ അടുത്ത കണ്ടോണം ലെബനൻ എങ്ങനെയാണ് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ലെബനൻ പിടിക്കും, എന്നെ 2 ആക്കും, അത് മെജോറിറ്റി ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആക്കി ഇവരുടെ ബഫർ സോൺ ഇവർക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ്, അമേരിക്കയ്ക്ക് വേണ്ടി സ്റ്റേറ്റ് ആക്കി ഇതിനെ മാറ്റി. ഇവരുടെ സേഫ്റ്റിയാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം.